നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇയാള് കൊള്ളാലോ ഈ കൂട്ടക്കളം. എന്താടാ? അല്ലേ സാറേ, വൈഫ് തിരിച്ചു വന്നോ? എന്നിട്ട് അകത്തൊരു പെണ്ണിനെ കണ്ടു. ഇവിടെ പലരും വരും. ചോദിക്കാൻ നീ ആരാ? ഞാനും ഈ നാട്ടുകാരനല്ലേ സാറേ. സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പെണ്ണെ കൊണ്ട് താമസിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സാറൊരു കുടുംബക്കാരനല്ലേ സാറേ? എന്തിനാ വെറുതെ ഈ ചെളിയെല്ലാം മാറി കാട്ടാനെ പോലെ സ്വന്തം ദേഹത്തോട്ടിടുന്നു? ഓ, ഞാൻ നാണം കെടുന്നതിൽ നിനക്ക് സങ്കടമല്ലേ? നമ്മളെല്ലാരും ഒരേ നാട്ടുകാരല്ലേ സാറേ? ഓ, അങ്ങനെ. കൂട്ടക്കളത്തിൽ സ്വാമിനാഥനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. പോടാ പോടാ. തന്നെ ഞാൻ കാണിച്ചേ. മീനാക്ഷി, ദേ അടുത്ത പൂജയ്ക്കുള്ള സമയമായി. നീ ഇതുവരെ റെഡിയായില്ലേ? ആ, ഞാൻ റെഡിയാവുന്നത് കണ്ടില്ലേ? ഒരു കാര്യം ചെയ്, ACP അങ്ങോട്ട് ചെല്ല, ഞാൻ ദേ വരുന്നു. വേഗം വരണം. ആ രേഷ്മയാണല്ലോ. രേഷ്മേ, കാര്യങ്ങൾ എന്തായി? അവരെ കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഇവിടെ ഒരു കൂട്ടക്കളം ജുവലേഴ്സ് ഉണ്ട്. അവിടെ വൈശാഖും മൈഥിലിയും കൂടി സ്വർണം വിൽക്കാൻ ചെന്നതായി അറിവുണ്ട്. എന്നിട്ട്? അവിടുത്തെ ഒരു സ്റ്റാഫിനെ എനിക്കറിയാം. ഞാൻ അവന് അവരുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കൊടുത്തു. എന്നിട്ട്? അത് വൈശാഖും മൈഥിലിയും തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി ഒന്ന് വേഗം പറ. അവരാ ജുവലേഴ്സ് ഉടമ സ്വാമിനാഥന്റെ ഗസ്റ്റ് ഹൗസിലാ താമസം. ആണോ? എന്നാലേ നീ ഇനി ഒട്ടും താമസിക്കണ്ട. ആ ഗസ്റ്റ് ഹൗസിലേക്ക് നേരിട്ട് ചെല്ല്. ഈ വിവരം ഇപ്പൊ തന്നെ കാർത്തിക്കിനെ അറിയിക്കുന്നതല്ലേ മീനാക്ഷി നല്ലത്? ACPയുടെ മനസ്സ് ആകെ കലങ്ങിക്കിടക്ക രേഷ്മേ. അതൊന്ന് നോർമലാക്കി എടുക്കാനല്ലേ എന്റെ ഈ ശ്രമം. ഇപ്പോ ഈ വിവരം ACP അറിഞ്ഞ ACP പൊട്ടിത്തെറിക്കും. ചിലപ്പോ അവരെ കൊന്നുകളയും ചെയ്യും. ACPയുടെ നന്മയെ കരുതി ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ACPക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്നാലോ? പിന്നെ എന്തേ മീനാക്ഷി? നീ ആദ്യം അവരെ കണ്ടെത്താൻ നോക്ക്. എനിക്കാദ്യം അവളോട് സംസാരിക്കണം. ACPയുടെ ജീവിതം തകർത്ത് ആ ദുഷ്ട മൈഥിലിയോട്. അത് കഴിഞ്ഞ് സാവകാശം ഞാൻ ACPയോട് സംസാരിച്ചോളാം. അതാ നല്ലത്. കാരണം ഇനിയും ACPക്ക് ഒരു അബദ്ധം വരരുത്. ശരിയടി. ആ
മീനാക്ഷി, നീ പറഞ്ഞനുസരിച്ച് ഞാൻ അവരെ തപ്പി. അവര് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും എത്തി. എന്നാ ആ വൈശാഖ മൈഥിലി ഇവിടെ ഇല്ല. അവരുടെ ഹൗസ് ഓണർ ജുവലറി ഉടമ കൂട്ടക്കളത്തിൽ സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്താ നീയൊന്നും മിണ്ടാത്തെ? ഞാനിനി എന്താ ചെയ്യണ്ടേ? ഇനി നീ ഒന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. നന്ദിനിക്ക് സന്തോഷായില്ലേ മോളെ? നിന്റെ മകനും മകളും അങ്ങനെ ഒന്നായി. ഇതെല്ലാം ഇതുവരെ എത്തിച്ച ദൈവത്തിന് നന്ദി. രണ്ടു മക്കളും ഒന്നാവുമ്പോ ഒരമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയമാണ്, അല്ലേ നന്ദിനി? ഇവര് രണ്ടു മക്കളെന്ന് പറയുന്നത് എന്തിനാ? ഇവള് പ്രസവിച്ച മക്കളാണ്. ഒന്ന് എന്റേത്, മറ്റേത് ചത്തുപോയ മാധുരിയുടേത്. ഓ, പറയുന്നു കേട്ടോ. കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ശുഭപര്യവസാനം ഉണ്ടാവുമെന്ന് ഞാനും കരുതിയില്ല. എന്റെ സൽസ്വഭാവിയായ സാവിത്രി ചേച്ചി ഒന്ന് ഇടറിയപ്പോ പണി പാളിയെന്നാ ഞാനും കരുതിയത്. പക്ഷേ ഓർക്കപ്പുറത്ത് കാർത്തി സട കുടഞ്ഞ് എഴുന്നേറ്റത് ഒരു സിംഹത്തെ പോലെ. കാർത്തിയുടെ ഈ മാറ്റം കണ്ടപ്പോ ഞാനും അങ്ങ് അമ്പരന്നു പോയി. ഇത്ര പെട്ടെന്ന് അവൻ ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. മൈഥിലിയുടെ പ്രശ്നം വന്നപ്പോ എന്റെ മോനൊന്ന് തകർന്നു പോയതാ മാലതി. മനസ്സുകൊണ്ടവൻ വളരെ നല്ലവനാ. കാറ്റും കോളും പിന്നലും ഇടിയൊക്കെ ഉണ്ടാക്കിലും എല്ലാം തീർന്നു. ഒരു തോരാമഴ പെയ്ത് തീർന്ന പോലെ. ഒരു മഴയും തോർന്നിട്ടില്ല. കുറേ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവണം. സങ്കടങ്ങളില്ലാത്തവന്റെ സന്തോഷം സന്തോഷമല്ല. ഏറെ കരഞ്ഞവർക്ക് മാത്രമേ ഒരു ചെറു ചിരിയുടെ വില മനസ്സിലാവൂ. ഏതായാലും എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.